ഐഎസ്എല്ലിലെ മറ്റൊരു നിർണായക പോരാട്ടത്തിനായി കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുകയാണ്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണ് കൊച്ചി കല്ലൂർ സ്റ്റേഡിയത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ. ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഇനിയുള്ള എല്ലാ മത്സരങ്ങളും നിർണായകം തന്നെയാണ്. പ്രത്യേകിച്ച് പ്ലേ ഓഫിൽ കടക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ മാക്സിമം പോയിന്റ് നേടേണ്ടതുണ്ട്. നിലവിൽ പോയിന്റ് ടേബിളിൽ 9ാം സ്ഥാനത്താണ്. 20 പോയിന്റാണ് ബ്ലാസ്റ്റേഴ്സിന്റെ സമ്പാദ്യം 16 മത്സരങ്ങളിൽ നിന്ന്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ പരാജയപ്പെടുത്താൻ സാധിച്ചു കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിനും പോയിന്റ് ടേബിളിൽ 7ാം സ്ഥാനത്ത് ഉയരാൻ സാധിക്കും. നോർത്ത് ഈസ്റ്റ് ആണെങ്കിൽ നിലവിൽ പോയിന്റ് ടേബിളിൽ 5ാം സ്ഥാനത്ത് നിൽക്കുന്നു. അവർക്ക് 16 മത്സരങ്ങളിൽ നിന്ന് 24 പോയിന്റ് ആണുള്ളത്. നോർത്ത് ഈസ്റ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരെ തോൽപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ടീമാണ്. കാരണം അവർ അവസാന 5 മത്സരങ്ങളിൽ പരാജയം അറിഞ്ഞിട്ടില്ല. ഏറ്റവും ഒടുവിൽ കളിച്ച 3 മത്സരങ്ങളിൽ സമനില നേടി എന്നുള്ളത് അവർക്ക് അല്പം നിരാശ നൽകുന്ന ഒരു കാര്യമാണ്. എന്തായാലും ഒരു വിജയം തന്നെയായിരിക്കും പെദ്രോ ബെനാലി പരിശീലിപ്പിക്കുന്ന ടീമിന് മുമ്പിലുള്ളത്. പക്ഷേ ബ്ലാസ്റ്റേഴ്സ് നിലവിൽ തിരിച്ചു വന്ന് ഒരു ആത്മവിശ്വാസം വീണ്ടെടുത്തത് കൊണ്ട് നല്ലൊരു പോരാട്ടം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് കഴിഞ്ഞ പ്രിവ്യൂ വീഡിയോ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ആത്മവിശ്വാസമല്ല പൊതുവെ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ. തുടർച്ചയായിട്ട് 2 മത്സരങ്ങൾ വിജയിച്ചൊരു പോരാട്ട വീര്യം കാഴ്ചവെക്കുന്ന ടീമായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിലും ഗോൾ കീപ്പറുടെ മോശം ഫോം, സച്ചിൻ സുരേഷിന്റെ മോശം ഫോം, പ്രതിരോധത്തിലെ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. അവിടെയാണ് ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു ആശങ്ക ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലുണ്ടായ സൈനിങ് ഒക്കെ ചെറിയൊരു ആത്മവിശ്വാസം നൽകുന്ന കാര്യമാണ്. പിന്നെ പുതിയ പ്ലെയർ തുസാൻ ലഗാറ്റർ വന്നിരിക്കുകയാണ്. അപ്പം ലഗാറ്റർ എന്തായാലും ഈ ഒരു മത്സരത്തിൽ നോർത്ത് ഈസ്റ്റിനെതിരെ കളിക്കാൻ സാധ്യതയില്ല. അദ്ദേഹം പുതിയ ടീമുമായിട്ട് ഒന്ന് ചേർന്ന് പോകാനൊക്കെ സമയം പിടിക്കും. അതുമാത്രമല്ല ട്രെയിനിങ് ഒക്കെ ആരംഭിച്ചിട്ടുള്ളൂ. എന്തായാലും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഒരു ഡു ഓർ ഡൈ ബാറ്റിൽ തന്നെയാണ് നോർത്ത് ഈസ്റ്റിനെതിരെയുള്ള മത്സരം. നോർത്ത് ഈസ്റ്റിലേക്ക് വരികയാണെന്ന് നമുക്ക് പറയാനുള്ളത്, നോർത്ത് ഈസ്റ്റിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞാൽ അവരുടെ മെയിൻ ഗോൾ സ്കോററായ അലാവുദ്ദീൻ അജാറയാണ്. അലാവുദ്ദീൻ അജാറ നിലവിൽ ISLലെ തന്നെ ടോപ്പ് സ്കോററാണ്. 15 ഗോളുകളാണ് അദ്ദേഹം അടിച്ചിരിക്കുന്നത്. ഹാഫ് ചാൻസസ് പോലും കൺവേർട്ട് ചെയ്ത് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡെഡ്ലി ആയ പ്ലെയറാണ്. അതിനൊപ്പം തന്നെ റൈറ്റ് വിങ്ങിൽ MS ജിതിനുണ്ട്. മലയാളിയായ ജിതിൻ MSന്റെ പെർഫോമൻസും വളരെ നിർണായകമായിരിക്കും. നോർത്ത് ഈസ്റ്റിനെ സംബന്ധിച്ച് വളരെ അപകടകാരിയായ ഒരു പ്ലെയറാണ്. പ്രത്യേകിച്ച് അതിവേഗ നീക്കങ്ങളൊക്കെ നടത്താൻ, ബോക്സിനുള്ളിലേക്ക് കുതിച്ചു കയറാൻ, തുടരെ അറ്റാക്കുകൾ നടത്തി വളരെ പരിശ്രമശാലിയായ ഒരു പ്ലെയറാണ്. അപ്പം ജിതിൻ MSനെ പൊതുവെ ഒരു അണ്ടർ റേറ്റഡ് പ്ലെയർ ആയിട്ടാണ് കാണുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു കോൺട്രിബ്യൂഷൻ വളരെ ഹൈ ആണ്. അപ്പൊ ഈ 2 പ്ലേയേഴ്സ് റൈറ്റ് വിങ്ങിലും ലെഫ്റ്റ് വിങ്ങിലും ഇവരുടെ സാന്നിധ്യം ബ്ലാസ്റ്റേഴ്സിന് നല്ല തലവേദന ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഡിഫൻസിലൊക്കെ പാളിച്ചകളൊക്കെ വരികയാണെങ്കിൽ അവരത് കൃത്യമായിട്ട് ക്യാപിറ്റലൈസ് ചെയ്ത് ഗോൾ നേടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പിന്നെ ഡിഫൻസിലേക്ക് വരികയാണെങ്കിൽ, നോർത്ത് ഈസ്റ്റിന്റെ ഡിഫൻസിലേക്ക് വരികയാണെങ്കിൽ സബാക്കോയും പിന്നെ അക്തറുമാണുള്ളത്. ഒരു ആവറേജ് ഡിഫൻസ് എന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഗുർമീതിന്റെ പെർഫോമൻസ് പലപ്പോഴും വളരെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയി വരുന്നുണ്ട്, ഗോൾ കീപ്പർ നല്ല രീതിയിൽ. അപ്പൊ അങ്ങനെയാണ്. പിന്നെ പെമാമർ ഉണ്ട് മിഡിൽ, പിന്നെ മായക്കണ്ണൻ ഉണ്ട്. അപ്പൊ ടീം ഒരു സന്തുലിതമായ ടീം തന്നെയാണ്. പിന്നെ അവരെ തോൽപ്പിക്കാൻ അല്പം ബുദ്ധിമുട്ടേറിയ ഒരു ടീമാണെന്നുള്ളതാണ് ഏറ്റവും ഒരു സ്ട്രൈക്കിംഗ് ആയുള്ള ഒരു ഫാക്ടർ. പിന്നെ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരികയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് നവോച്ച ഉണ്ടാകില്ല എന്നുള്ളത് ഒരു തിരിച്ചടി തന്നെയാണ്. കാരണം നവോച്ചയുടെ അഭാവം ബ്ലാസ്റ്റേഴ്സിന് നന്നായിട്ട് ബാധിക്കും. കാരണം 4 മഞ്ഞക്കാർഡുകൾ വാങ്ങിയത് കൊണ്ടാണ് അദ്ദേഹത്തെ മാറ്റി നിർത്തിയിരിക്കുന്നത്. കാരണം സസ്പെൻഷനാണ് നവോച്ചയ്ക്ക്. പിന്നെ മിലോസ് തിരിച്ചെത്തുന്നുണ്ട്, അത് ചെറിയൊരു ആശ്വാസമായ കാര്യമാണ്. പക്ഷേ മറ്റൊരു ചെറിയൊരു ആശങ്ക നൽകുന്ന റൂമർ അല്ലെങ്കിൽ ഒരു വാർത്ത വരുന്നത് നോഹ സദോയ്ക്ക് പരിക്കുണ്ടെന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിന് ഷോൾഡർ ഇഞ്ചുറിയുടെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അത് ബ്ലാസ്റ്റേഴ്സിന്റെ ഗെയിമിനെ ബാധിക്കും. നിലവിൽ നോയെ കേന്ദ്രീകരിച്ച് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ശൈലി മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് ലെഫ്റ്റ് വിങ്ങിൽ അത്രയ്ക്കും അറ്റാക്കുകൾ നടക്കുന്നത് നോഹയുടെ ഒരു സാന്നിധ്യം കൊണ്ടാണ്. അപ്പൊ നോഹ ഇല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് ടാക്ടിക്കലി കുറച്ച് ചേഞ്ചസ് വരുത്തേണ്ടി വരും. ഫോർമേഷൻ ഒക്കെ ചേഞ്ച് ചെയ്ത് മുന്നോട്ട് പോകേണ്ടി വരും. ഫ്രണ്ട് ലൈനിൽ 2 ഫോർവേഡുകളെ കളിപ്പിക്കേണ്ട അവസ്ഥ വരാം. അങ്ങനെയാണെങ്കിൽ പെപ്രയും പിന്നെ ജീസസ് ജിമിനസും ഒരുമിച്ച് കളിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. കാരണം നല്ല ഫോമിലാണ് ജീസസ് ജിമിനസ്. വീണ്ടും തിരിച്ചെത്തി ഗോൾ നേടാൻ അദ്ദേഹത്തിന് സാധിച്ചു. ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് അജാറ എങ്ങനെയാണോ അതുപോലെയാണ് നമുക്ക് ജീസസ് ജിമിനസിനെ ആശ്രയിച്ചാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ഗോൾ ലക്ഷ്യങ്ങൾ പ്രധാനമായും നിൽക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ ചേഞ്ചസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ വിപിൻ മോഹൻ തിരിച്ചെത്തും. സ്റ്റാർട്ടിംഗ് ലെവലിൽ തന്നെ കളിക്കാനാണ് സാധ്യത. കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം സബ്ബായിട്ട് ഇറങ്ങിയിരുന്നു. അപ്പൊ ഇതൊക്കെയാണ് ഒരു ചേഞ്ചസ് എന്നുള്ള രീതിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഡിഫൻസിലെ പോരായ്മകൾ പരമാവധി ഒഴിവാക്കി മാക്സിമം നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്ത് കളിച്ചാൽ നോർത്ത് ഈസ്റ്റിനെ പരാജയപ്പെടുത്താൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം, ഈ ഒരു മത്സരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക.